നമസ്കാരം. നടൻ വിജയ് ഇന്നാണ് തൻ്റെ പാർട്ടിയായ തമിഴക വെട്രിക്കഴകത്തിൻ്റെ കൊടി പുറത്തിറക്കിയത്. ചെന്നൈ പനയൂരിലെ പാർട്ടി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലായിരുന്നു വിജയ് പതാക പുറത്തിറക്കിയത്. ചുവപ്പും മഞ്ഞയും ചേർന്നതാണ് പതാക. പതാകയുടെ നടുവിലായി 2 ആനകളും വാഗപ്പൂവുമുണ്ട്. വിജയുടെ മാതാപിതാക്കളും ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. ആരാധകരും പാർട്ടി അണികളും പങ്കെടുത്ത ചടങ്ങിലായിരുന്നു പതാക പുറത്തിറക്കിയത്. കേരളത്തിലെ ചില പാർട്ടി മെമ്പർമാരും എത്തിയിരുന്നു. ഔദ്യോഗിക ഗാനവും ചടങ്ങിൽ പുറത്തിറക്കിയിരുന്നു. എന്നാൽ ഇതിനിടെ പതാകയിലെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. താഴെ മുകളിലും ചുവപ്പും നടുവിൽ മഞ്ഞയും നിറങ്ങളിലുള്ള കൊടിയിൽ ചില കോപ്പിയുണ്ടെന്നാണ് ട്രോളന്മാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിന് നടുവിൽ 2 കൊമ്പന്മാർ നിൽക്കുന്നതടക്കമുള്ള ഒരു ചിഹ്നമുണ്ട്. സ്പെയിൻ പതാകയിൽ KSRTC ലോഗോയാണ് പതിച്ചിരിക്കുന്നതെന്നാണ് ട്രോളന്മാരുടെ പക്ഷം. ചിലർ ഫെവിക്കോളിൻ്റെ ലോഗോ കോപ്പി അടിച്ചുവെന്ന് വിമർശിക്കുന്നുണ്ട്. ഇവ ചൂണ്ടിക്കാട്ടി നിരവധി ട്രോളുകളും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്. അതേസമയം ഇതൊരു പാർട്ടി കൊടിയല്ലെന്നും തമിഴ്നാടിൻ്റെ ഭാവി മാറ്റിമറിക്കുന്ന കൊടിയാണെന്നായിരുന്നു വിജയ് ഇന്ന് പറഞ്ഞത്. താൻ പറയാതെ തന്നെ വീടുകളിലും ഓരോരുത്തരും അവരുടെ ഹൃദയങ്ങളിലും ഈ കൊടി ഉയർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വിജയ് പറഞ്ഞു. പാർട്ടിയുടെ ഔദ്യോഗിക ഗാനം സംഗീത സംവിധായകൻ തമനാണ് ചിട്ടപ്പെടുത്തിയത്. ചടങ്ങിന് ശേഷം വിവിധയിടങ്ങളിൽ കൊടിമരം സ്ഥാപിക്കാനും പതാക ഉയർത്താനും വിജയ് നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. സ്വന്തം സ്ഥലങ്ങളിൽ വേണം കൊടിമരം സ്ഥാപിക്കേണ്ടത്. അനുമതിയില്ലാതെ പൊതുസ്ഥലങ്ങളിൽ കൊടിമരം സ്ഥാപിക്കരുതെന്നും നിർദ്ദേശം നൽകി. പാർട്ടിയുടെ ആദ്യ സംസ്ഥാന സമ്മേളനം അടുത്ത മാസം വിഴുപുരത്തെ വിക്രവാണ്ടിയിൽ നടക്കുമെന്നാണ് വിവരം. ഇതിനുശേഷമാകും വിജയുടെ സംസ്ഥാന പര്യടനം തുടങ്ങുക. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് വിജയ് പാർട്ടി പ്രഖ്യാപനം നടത്തിയത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് പ്രവർത്തനം. പുതിയ ചിത്രമായ ഗോഡ് റിലീസ് ചെയ്യുന്ന തിയേറ്ററുകളിൽ പാർട്ടി പതാക ഉയർത്താൻ പദ്ധതിയിടുന്നതായും സൂചനകളുണ്ട്. 1000 തിയേറ്ററുകളിൽ പതാക ഉയർത്താനാണ് തീരുമാനം. പാർട്ടി പ്രവർത്തനം ആരംഭിക്കുന്നതിന് ഭാഗമായിട്ടുള്ള പൊതുസമ്മേളനത്തിനുള്ള ഒരുക്കങ്ങളും തകൃതിയിൽ നടക്കുന്നുണ്ട്. ഇതിനായി പല സ്ഥലങ്ങളും പരിഗണിക്കുന്നുണ്ട്.